കീം 2025 പരീക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞു. പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കേണ്ട ഡോക്യുമെന്റ്സ് കൃത്യമായി എടുത്തിട്ടുണ്ട് ആണ് പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതെന്നുള്ളത്. എത്തേണ്ട സമയം കൃത്യമായി മുൻകൂട്ടി കണ്ട് പരീക്ഷാ ഹാളിൽ എത്തുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം പരീക്ഷാ ഹാളിലേക്ക് പോവുക. യാതൊരു വിധത്തിലുള്ള ടെൻഷൻ്റെയും ഇവിടെ ആവശ്യമില്ല. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആക്ച്വൽ എക്സാം വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കീബോർഡ് യൂസ് ചെയ്യാൻ പാടില്ല, വിർച്വൽ കീബോർഡാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. മൗസ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട്. എക്സാം എഴുതുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സാം ഹാളിൽ ഇൻവിജിലേറ്റേഴ്സിനെ കൃത്യമായി അറിയിക്കുക. അവരതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരും. അതിലൊന്നും നിങ്ങൾ സമയം നഷ്ടപ്പെടുന്നുള്ള ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ടൈം കൃത്യമായി മാനേജ് ചെയ്യുക. ഒരു ചോദ്യത്തിൽ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അറിയാവുന്ന ചോദ്യങ്ങൾ വായിക്കാൻ പോലും സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരരുത്. അതേപോലെ തന്നെ ചിലപ്പോൾ പരീക്ഷ വളരെ ഈസി ആയിരിക്കും, ചിലപ്പോൾ ടഫായിരിക്കും, ചിലപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള എക്സാം ആയിരിക്കും. നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം ഉത്തരം എഴുതുക. ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്തു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതായത് കറക്കി കുത്തരുത് എന്നാണ് പറയുന്നത്. നമ്മൾ കുറേ ആൻസേഴ്സ് ഗസ് ചെയ്ത് എഴുതി കുറേ ചോദ്യങ്ങൾ ഉത്തരം എഴുതി എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. നമ്മൾ കൃത്യമായി നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളുടെ മാർക്കാണ് നമ്മൾ ഇതുപോലുള്ള റോങ് ആൻസേഴ്സ് വഴി അല്ലെങ്കിൽ ഗസ് ചെയ്യുന്നത് വഴി നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ചില കേസുകളിൽ മാത്രം നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഒരു 80% അറിയാം, അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ നിങ്ങൾ ഒരു റിസ്ക് എടുത്ത് ഗസ് ചെയ്യാൻ പോവാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാൽ ശരി ഏതെങ്കിലും ഒന്ന് എഴുതാം എന്നുള്ള രീതിയിൽ നമ്മൾ അധികം ഈ ഗസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് മാർക്ക് വരും. ചെറിയൊരു മാർക്കിനാണ് നമുക്ക് റാങ്കുകൾ പുറകിലേക്ക് നമ്മൾ പോവുക. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടഫാണ് പരീക്ഷ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫ് വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നടക്കുന്ന പരീക്ഷ ഓരോ രീതിയിലാണ്. അപ്പൊ നമ്മൾ കുറെ ചോദ്യങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ചോദ്യങ്ങളും വായിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിന് നിങ്ങൾ ടൈം മാനേജ് ചെയ്താലേ നിങ്ങൾക്ക് അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ടെൻഷൻ ഇല്ലാതെ തന്നെ പരീക്ഷ എഴുതുക. കാരണം നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കാണും. അപ്പൊ അത് ചിലപ്പോൾ കുറച്ച് ടഫാവും. അപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലും എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മൾ പോവരുത്. എന്തായാലും നമ്മൾ ഇത്രയും നാളത്തെ പ്രിപ്പറേഷനാണ്. ഇനി ഈ പറഞ്ഞ മണിക്കൂറുകൾ, അതായത് നമ്മൾ എക്സാം എഴുതുന്ന മണിക്കൂറുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് വരിക. അപ്പൊ ആ സമയത്ത് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാവരും പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എക്സാം കഴിഞ്ഞ് ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആശംസകൾ.